ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ സമയത്ത് എത്ര വലിയ ഹോസ്പിറ്റൽ ബില്ലുണ്ടായാലും അത് മുഴുവൻ അടച്ചു തീർക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. ഇനി ഒരു വർഷം നമുക്ക് ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുള്ള നമ്മുടെ സം അഷ്വേർഡ് ഒരു തവണ ഉപയോഗിച്ചാൽ അതേ വർഷം എത്ര തവണ വേണമെങ്കിലും റീഫില്ല് ചെയ്തു തരുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. എത്ര തവണ ക്ലെയിം ചെയ്താലും അതേ സം അഷ്വേർഡ്, നമുക്ക് ഉപയോഗിക്കാൻ തന്നിട്ടുള്ള സം അഷ്വേർഡ് ഓരോ വർഷവും 100% ആഡ് ചെയ്തു തരുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. നമ്മുടെ ഇഷ്ടാനുസരണം സം അഷ്വേർഡ് വെക്കാൻ പറ്റുന്ന, എത്ര കോടി രൂപ വേണമെങ്കിലും സം അഷ്വേർഡായി വെക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. അതാണ് ICICI ലംബാർഡിൻ്റെ എലിവേറ്റ്. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ICICI ഗ്രൂപ്പ് എന്ന് അറിഞ്ഞിരിക്കണം. 70 വർഷത്തെ പാരമ്പര്യമുള്ള ബാങ്കിങ്ങിലും ഇൻവെസ്റ്റ്മെൻറ്റിലും ഇൻഷുറൻസിലും എക്സ്പീരിയൻസ് ഉള്ള, 20 വർഷത്തിലധികമായി ജനറൽ ഇൻഷുറൻസിലുള്ള ഒരു കമ്പനി, 98% ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉള്ള ഒരു കമ്പനി, 3 കോടിയിലധികം കസ്റ്റമർ ബേസ് ഉള്ള ഒരു കമ്പനി. അതാണ് ICICI ലംബാർഡിൻ്റെ എലിവേറ്റ്. ഇനി പറയാൻ പോകുന്നത് ഈ പോളിസിയിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റുകളെ കുറിച്ചാണ്. അതിൽ ഒന്നാമതായിട്ടുള്ളത് റൂം റെന്റിന്റെ ലിമിറ്റ് ആണ്. നമ്മൾ അഡ്മിഷൻ ആകുന്ന സമയത്ത് സിംഗിൾ AC പ്രൈവറ്റ് റൂമാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ICU ചെലവുകൾ, CCUയിൽ ഉണ്ടാകുന്ന ചെലവുകൾ, ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഫീ, ഫാർമസിയിലുള്ള ചെലവുകൾ, ഇതെല്ലാം തന്നെ ഇതിൽ കവർ ചെയ്യപ്പെടുന്നതാണ്. അടുത്തതാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. അതായത് ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിഷൻ ആകുന്നതിന് മുമ്പ് 90 ദിവസം തൊട്ട് അതേ അസുഖവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ, ഡോക്ടർ കൺസൾട്ടേഷൻ, ഫാർമസി, ഇതെല്ലാം കവർ ചെയ്യപ്പെടുന്നുണ്ട്. മറ്റൊന്നാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ നടക്കുകയും ഡിസ്ചാർജ് ആവുകയും ചെയ്തതിന് ശേഷം അടുത്ത 180 ദിവസത്തേക്കുള്ള പരിശോധനകൾ, ഡോക്ടർ കൺസൾട്ടേഷൻ, ഫാർമസി, ഇതെല്ലാം ഇതിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട്. മറ്റൊന്നാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ്. 24 മണിക്കൂറിൽ കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമില്ലാത്ത ചെറിയ ശസ്ത്രക്രിയകൾ, അതായത് തിമിര ശസ്ത്രക്രിയയാകാം, ഇനി കീമോതെറാപ്പി, ഡയാലിസിസ്, ഇതെല്ലാം ഇതിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട്. മറ്റൊന്നാണ് ആയുഷ് ബെനിഫിറ്റ്. എന്തെങ്കിലും ഒരു രോഗം കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ട്രീറ്റ്മെന്റ് ആയുർവേദത്തിലോ ഹോമിയോപ്പതിയിലോ അല്ലെങ്കിൽ സിദ്ധി യുനാനി ചികിത്സകൾക്കോ അപ് ടു സം അഷ്വേർഡ് കവർ ചെയ്യപ്പെടാവുന്നതാണ്. ഇനി പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് ഇവിടെയും ലഭ്യമാകുന്നതാണ്. മറ്റൊന്നാണ് ഓർഗൻ ഡോണർ. ഇൻഷുർ ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അവയവം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും, അവയവം കൊടുക്കുന്നയാളിന്റെ ഹോസ്പിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും അപ് ടു സം അഷ്വേർഡ് കവർ ചെയ്യപ്പെടുന്നതാണ്. മറ്റൊന്നാണ് ഡൊമിസിലറി ട്രീറ്റ്മെന്റ്. അതായത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വീട്ടിൽ തന്നെ കിടത്തിയുള്ള ചികിത്സാ രീതികൾ. അതൊരു പക്ഷേ ഒരു IV മെഡിക്കേഷൻസ് കൊടുക്കാനാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡയാലിസിസോ കീമോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെന്റുകൾക്ക് അപ് ടു സം അഷ്വേർഡ് കവർ ചെയ്യപ്പെടുന്നുണ്ട്. മറ്റൊന്നാണ് സറോഗേറ്റ് മദർ കവർ. അതായത് ഒരു വാടക ഗർഭപാത്രം എന്നൊക്കെ പറയുന്ന ചികിത്സാ രീതികൾക്കുള്ള കവറേജ്. അടുത്തതാണ് ഊസൈറ്റ് ഡോണർ കവർ. അതായത് IVFന്റെ ചികിത്സകൾക്കുള്ള കവറേജും ഇതിൽ ലഭ്യമാണ്. അടുത്തൊരു ബെനിഫിറ്റാണ് ബേരിയാട്രിക് സർജറിക്കുള്ള കവറേജ്. 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് നിർബന്ധമാണ്. അതായത് ഒരാളുടെ അമിതഭാരം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് അപകടകരമാണെന്ന് തോന്നിയാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ ബേരിയാട്രിക് സർജറിക്കുള്ള ഫുൾ കവറേജ് നമുക്ക് ലഭിക്കുന്നതാണ്. മറ്റൊന്നാണ് ഇൻപേഷ്യന്റ് ഡെന്റൽ ട്രീറ്റ്മെന്റ്. 24 മണിക്കൂറിൽ കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായി വരുന്ന ദന്തൽ ചികിത്സകൾ, അതൊരു രോഗം മൂലമാകാം അല്ലെങ്കിൽ ആക്സിഡന്റ് മൂലമാകാം, അപ് ടു സം അഷ്വേർഡ് കവറേജ് ലഭിക്കുന്നതാണ്. ഇനി ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ബെനിഫിറ്റാണ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്. അതായത് ഒരു വർഷം നമുക്ക് ഉപയോഗിക്കാൻ കമ്പനി അനുവദിച്ചിട്ടുള്ള തുക, അതാണല്ലോ സം അഷ്വേർഡ് എന്ന് പറയുന്നത്. അത് ഒരു തവണ നമ്മൾ ഉപയോഗിച്ചാലും അതേ വർഷം എത്ര തവണ വേണമെങ്കിലും നമുക്ക് റീഫില്ല് ചെയ്ത് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണിത്. പക്ഷേ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് നമ്മൾ അഡ്മിഷനായി ഡിസ്ചാർജ് ചെയ്തു, പക്ഷേ മറ്റേതെങ്കിലും ഒരു അസുഖവുമായിട്ടാണ് വീണ്ടും അഡ്മിഷൻ ഉണ്ടാകുന്നതെങ്കിൽ ഈ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ആപ്ലിക്കബിൾ ആകുകയും ചെയ്യും. മറ്റൊന്നാണ് ആംബുലൻസ് കവർ. എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ രോഗിയെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാകുന്ന സ്ഥലത്തു നിന്നോ വീട്ടിൽ നിന്നോ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ആംബുലൻസിന്റെ കവറേജ് ഇതിൽ ലഭ്യമാണ്. അപ് ടു സം അഷ്വേർഡ് നമുക്ക് ഈ കവറേജ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് വെൽനസ് പ്രോഗ്രാം. അത്യാവശ്യം കഷ്ടപ്പെടാനൊക്കെ തയ്യാറാണെങ്കിൽ, നടക്കാനോ ഓടാനോ ഒക്കെ തയ്യാറാണെങ്കിൽ, നമ്മൾ പോയിന്റ് നേടുന്നതിനനുസരിച്ച് നമ്മുടെ റിന്യൂവലിൽ 30% ഡിസ്കൗണ്ട് ലഭിക്കുന്നതുമാണ്. മറ്റൊരു ബെനിഫിറ്റാണ് ലോയലിറ്റി ബോണസ്. അതായത് ഒരു വർഷം നമ്മൾ എത്ര തവണ ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും 20% സം അഷ്വേർഡ് അടുത്ത വർഷത്തേക്ക് നമുക്ക് ആഡ് ഓൺ ചെയ്ത് കിട്ടും. ഉദാഹരണം, 10 ലക്ഷം രൂപ സം അഷ്വേർഡ് ആണ് നമുക്ക് ഇപ്പോഴുള്ളതെങ്കിൽ അടുത്ത വർഷം അത് 12 ആകും, അതിനടുത്ത വർഷം 14 ആകും. അങ്ങനെ മൊത്തത്തിൽ 100% സം അഷ്വേർഡ് ആകുന്നത് വരെ, ഏകദേശം 10 ലക്ഷം രൂപയുടെ സം അഷ്വേർഡ് ഒരു 20 ലക്ഷം ആകുന്നത് വരെ ഈ ബെനിഫിറ്റ് നമുക്ക് ലഭ്യമാകുന്നതാണ്.
മറ്റൊന്നാണ് മോഡേൺ ട്രീറ്റ്മെൻറ്റ്, ആധുനിക രീതിയിലുള്ള ചികിത്സാ രീതികൾ, റോബോട്ടിക് സർജറി, ലാപ്രോസ്കോപ്പി സർജറി, ഇതെല്ലാം ഇതിൽ അപ് ടു സം അഷ്യൂർഡ് കവറേജ് ചെയ്യപ്പെടുന്നതാണ്. ഇനി അങ്ങോട്ടുള്ള കാലത്ത് മോഡേൺ ട്രീറ്റ്മെൻറ്റ് കവറേജ് ഇല്ലാത്ത അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സബ് ലിമിറ്റ്സ് ഉള്ള ഇത്ര എമൗണ്ട് ഉപയോഗിക്കാൻ സാധിക്കൂ എന്ന് പറയുന്ന രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഒരു കാരണവശാലും എടുക്കരുത്. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ഇതിൽ ഉള്ള ആഡ് ഓൺ ബെനിഫിറ്റുകളെ കുറിച്ചാണ്. നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അതിൽ ഏറ്റവും ആദ്യമായിട്ടുള്ളത് ഇൻഫിനിറ്റ് കെയർ ആണ്. ലൈഫ് ടൈമിൽ ഒരു തവണ എത്ര വലിയ ഹോസ്പിറ്റൽ ബില്ല് നമുക്കുണ്ടായാലും അത് മുഴുവൻ കമ്പനി തന്നെ അടച്ചു തീർക്കുന്നതാണ്. മറ്റൊന്നാണ് പവർ ബൂസ്റ്റർ. അതായത് നമുക്ക് എത്ര തവണ ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉപയോഗിക്കാൻ കമ്പനി അനുവദിച്ചിട്ടുള്ള സമ്മിഷ്വേർഡ് എമൗണ്ട് 100% അടുത്ത വർഷം ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അൺലിമിറ്റഡ് ടൈം ഇത് ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ നോക്കിയാൽ 10 ലക്ഷം രൂപ സബ്മിഷ്വേർഡ് ഉള്ള ഒരു ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെങ്കിൽ അതിൽ ഈ റൈഡറും കൂടി ഉണ്ട് എങ്കിൽ അടുത്ത 10 കൊല്ലം കഴിയുമ്പോൾ അത് 1 കോടി രൂപ സബ്മിഷ്വേർഡ് ഉള്ള ഒരു ഇൻഷുറൻസ് ആയി മാറും. മറ്റൊന്നാണ് ജംപ് സ്റ്റാർട്ട്. അതായത് ഒരു പോളിസി എടുക്കുന്ന സമയത്ത് നമുക്കുള്ള അസുഖങ്ങൾ ക്ലെയിം ചെയ്യണമെങ്കിൽ 3 വർഷം കഴിയണം. അതായത് ഡയബറ്റിക് ആകാം, കൊളസ്ട്രോള്, ഹൈപ്പർ ടെൻഷൻ, ആസ്മ, ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ രോഗങ്ങൾക്കുള്ള ക്ലെയിം ഈ റൈഡർ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ 31ാം ദിവസം മുതൽ ലഭിക്കുന്നതാണ്. മറ്റൊന്നാണ് മെറ്റേണിറ്റി കവർ. മെറ്റേണിറ്റി കവർ ലഭിക്കണമെങ്കിൽ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. മാക്സിമം 1 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്നത്. ഹസ്ബൻഡും വൈഫും 2 വർഷം പോളിസിയിൽ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. മാക്സിമം 3 പ്രഗ്നൻസിയിലാണ് ഇത് ലഭ്യമാക്കി തരുന്നത്. മറ്റൊരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ് ന്യൂ ബോൺ ബേബിയുടെ കവർ. അതായത് ഒരു കുഞ്ഞുണ്ടായി അടുത്ത 90 ദിവസത്തേക്ക് ആ കുഞ്ഞിന്റെ എല്ലാ ട്രീറ്റ്മെന്റുകൾക്കുമുള്ള ചെലവുകൾ. അതിൽ സബ് ലിമിറ്റ് ഉണ്ട്. അതായത് മെറ്റേണിറ്റി കവറേജിന്റെ സബ്മിഷ്വേർഡ് എത്രയാണോ അതിന്റെ ട്വൈസ് 2 ഇരട്ടി മാത്രമാണ് ഈ കവറേജിൽ ലഭ്യമാകുന്നത്. മെറ്റേണിറ്റി കവർ എന്ന് പറയുന്ന റൈഡർ എടുത്തവർക്ക് മാത്രമേ ഈ ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. മറ്റൊരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ് ന്യൂ ബോൺ വാക്സിനേഷൻ കവർ. ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന്റെ അടുത്ത 1 വർഷത്തേക്കുള്ള എല്ലാ നിർബന്ധിത വാക്സിൻസും ഇതിൽ കവർ ചെയ്യുന്നതാണ്. മാക്സിമം 10,000 രൂപ വരെയാണ് ഇതിൽ നൽകുന്നത്. മറ്റൊരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ് വേൾഡ് വൈഡ് കവർ. എന്തെങ്കിലും ഒരു അസുഖം ഇന്ത്യയിൽ വെച്ച് തന്നെ കണ്ടുപിടിക്കപ്പെടുകയും അതിന്റെ തുടർ ചികിത്സ മറ്റൊരു രാജ്യത്ത് പോയി ഇൻപേഷ്യന്റ് ബേസിസിലോ അല്ലെങ്കിൽ ഡേ കെയറിലോ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു കവറേജ് ആണിത്. ഇത് മാക്സിമം 1 വർഷം 90 ദിവസമാണ് കിട്ടുന്നത്. ഒരു സമയം 45 ദിവസത്തിൽ കൂടുതൽ മറ്റൊരു രാജ്യത്ത് പോയി നിൽക്കാൻ കഴിയുകയില്ല. ഇത് 65 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമാണ് ഈ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്. മറ്റൊന്നാണ് ക്ലെയിം പ്രൊട്ടക്ടർ അഥവാ കൺസ്യൂമബിൾസ്. ഒരു തവണ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത ഡിസ്പോസിബിൾ ഐറ്റംസിനെയാണ് കൺസ്യൂമബിൾസ് എന്ന് പറയുന്നത്. നമ്മുടെ മാസ്ക്, ഗ്ലൗസ്, കോട്ടൺ, ഇത്തരത്തിലുള്ള ഐറ്റംസിന്റെ കവറേജ് ആണ്. ഏകദേശം 100% കൺസ്യൂമബിൾസ് ഇതിൽ കവറേജ് ചെയ്യപ്പെടുന്നതാണ്. ഒരു ഹോസ്പിറ്റൽ ബില്ല്, പ്രത്യേകിച്ച് സർജറി പോലുള്ള ട്രീറ്റ്മെന്റുകളിൽ 25% ഹോസ്പിറ്റൽ ബില്ലിന്റെ കൺസ്യൂമബിൾസിന്റെ ചികിത്സാ ചെലവുകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായും കൺസ്യൂമബിൾസ് 100% കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. മറ്റൊന്നാണ് ഇൻഫ്ലേഷൻ പ്രൊട്ടക്ടർ. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ, മെഡിക്കൽ ഇൻഫ്ലേഷൻ 10 മുതൽ 15% വരെയാണ്. അതായത് ചികിത്സാ നിരക്കുകൾ ഓരോ വർഷവും 10 മുതൽ 15% വീതം കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇൻഫ്ലേഷൻ റേറ്റിനനുസരിച്ച് സമ്മിഷ്വേർഡിന്റെ എമൗണ്ട് ഇവർ കൂട്ടി തന്നുകൊണ്ടേയിരിക്കും. മറ്റൊരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ് ഡൊമസ്റ്റിക് എയർ ആംബുലൻസ് കവർ. എന്തെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ രോഗിയെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എയർ ആംബുലൻസ് ത്രൂ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിൻ്റെ കവറേജ് നമുക്കിതിൽ ലഭ്യമാണ്. അപ് ടു സബ്മിഷ്വേർഡ് ആണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊന്നാണ് നേഴ്സിംഗ് അറ്റ് ഹോം. ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കിയ ശേഷം അടുത്ത 10 ദിവസത്തേക്ക് ആവശ്യമാണെങ്കിൽ, അതായത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതേ ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഒരു നേഴ്സിനെ ഹോം നേഴ്സായി വെക്കുന്നതിന് ഓരോ ദിവസവും 2,000 രൂപ വീതം നൽകുന്നതാണ്. മാക്സിമം 10 ദിവസമാണ് ഇത് കിട്ടുന്നത്. മറ്റൊരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ് പ്രൊലോങ്ഡ് ഹോസ്പിറ്റൽ ക്യാഷ്. അതായത് 10 ദിവസത്തിൽ കൂടുതൽ ഹോസ്പിറ്റൽ അഡ്മിഷൻ ഉണ്ട് എങ്കിൽ 20,000 രൂപ ക്യാഷ് ബെനിഫിറ്റ് ലഭിക്കുന്നതാണ്. ഇനി അടുത്തതാണ് കമ്പാഷനേറ്റ് വിസിറ്റ്. ഇൻഷുർ ചെയ്യപ്പെട്ട വ്യക്തി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സിറ്റിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലൈസേഷൻ 5 ദിവസത്തിൽ കൂടുതലുമാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പർ, അതായത് ഏറ്റവും അടുത്ത ഫാമിലിയിൽപ്പെട്ട ആൾക്ക് അവിടേക്ക് പോകാനുള്ള ഫ്ലൈറ്റിൻ്റെ എക്കണോമിക് ടിക്കറ്റോ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റോ അപ്പ് ആൻഡ് ഡൗൺ ലഭിക്കുന്നതാണ്. മാക്സിമം 20,000 രൂപയാണ് ഇതിൽ കവറേജ് നൽകുന്നത്. ഹെൽത്ത് ചെക്കപ്പ് ഓരോ വർഷവും
പോളിസിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മുതിർന്ന ആളുകൾക്ക് 5000 രൂപ വരെ ഹെൽത്ത് ചെക്കപ്പിനായി യൂസ് ചെയ്യാം. പക്ഷെ അത് ക്യാഷ്ലെസ് ബേസിസിൽ മാത്രമായിരിക്കും. അതായത് ഈ കമ്പനിയുടെ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടുള്ള ലാബുകളിൽ മാത്രമായിരിക്കും ഈ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. പേഴ്സണൽ ആക്സിഡന്റ് ബെനിഫിറ്റ്, അതായത് ആക്സിഡന്റ് മൂലം ഇൻഷുർ ചെയ്യപ്പെടുന്ന അഡൽട്ട് ആയിട്ടുള്ള ആളുകൾ മരണപ്പെടുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് സമ്മിഷ്യേർഡ് എമൗണ്ട് മുഴുവൻ നൽകുന്നതാണ്. ഇനി പാർഷ്യലായിട്ടുള്ള ഡിസബിലിറ്റി ഉണ്ടാകുകയാണെങ്കിലും ഒരു നിശ്ചിത തുക കമ്പനി നൽകുന്നതാണ് ഈ ആഡ് ഓൺ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ. ക്രിട്ടിക്കൽ ഇൽനെസ്, അതായത് 20ഓളം ക്രിട്ടിക്കൽ ഇൽനെസ് ആണ് ഇവർ പറയുന്നത്. ക്യാൻസർ അല്ലെങ്കിൽ സ്ട്രോക്ക്, ഓപ്പൺ ഹാർട്ട് സർജറി, ഇത്തരത്തിലുള്ള ഒരു ചികിത്സ ഉണ്ടാകുന്ന സമയത്ത് ഒരു നിശ്ചിത എമൗണ്ട്, അതായത് അപ് ടു സമ്മിഷ്യേർഡ് നൽകപ്പെടുന്നതാണ്. അത് വൺ ടൈം മാത്രമായിരിക്കും ലൈഫിൽ നൽകുന്നത്. മറ്റു 2 ആഡ് ഓൺ ബെനിഫിറ്റുകളാണ് വോളണ്ടറി കോ പേയ്മെന്റും വോളണ്ടറി ഡിഡക്റ്റബിളും. കോ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ തവണ ഹോസ്പിറ്റൽ ബില്ല് വരുമ്പോഴും അതിലൊരു നിശ്ചിത തുക നമ്മൾ അടയ്ക്കുകയും ബാക്കിയുള്ള ശതമാനം കമ്പനി അടയ്ക്കുകയും ചെയ്യും. നമ്മുടെ ഇഷ്ടാനുസരണം അത് തിരഞ്ഞെടുക്കാം. ഉദാഹരണം, 10,000 രൂപ ഹോസ്പിറ്റൽ ബില്ല് വരുന്ന ഒരു സമയത്ത് 20% നമ്മൾ കോ പേയ്മെന്റ് വെച്ചിട്ടുള്ളത് എങ്കിൽ 8,000 രൂപ കമ്പനി അടയ്ക്കും, 2,000 രൂപ നമ്മളാണ് അടയ്ക്കേണ്ടത്. ഡിഡക്റ്റബിൾ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ആദ്യത്തെ ബില്ലിൽ നിശ്ചിത തുക നമ്മൾ അടയ്ക്കണം, ബാക്കിയുള്ളത് കമ്പനി അടയ്ക്കും. രണ്ടാമത് തൊട്ടിട്ടുള്ള ബില്ലിൽ മുഴുവൻ തുകയും കമ്പനി തന്നെയാണ് അടയ്ക്കുന്നത്. ഈ 2 ആഡ് ഓൺ ബെനിഫിറ്റുകളും സാധാരണയായി വെക്കുന്നത് പ്രീമിയം കുറയ്ക്കാനായിട്ടാണ്. അടുത്താണ് ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ് കവർ, അതായത് ഒരിക്കൽ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന നമ്മുടെ വോക്കർ, വീൽ ചെയർ അല്ലെങ്കിൽ ബൈപ്പാപ്പ് മെഷീൻ, വെന്റിലേറ്റർ, ഇതെല്ലാം ഇതിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട്. 9ഓളം ലിസ്റ്റുകളാണ് അവരിവിടെ തന്നിരിക്കുന്നത്. മറ്റൊരു നല്ല ആഡ് ഓൺ ബെനിഫിറ്റ് ആണ് ടെലി കൺസൾട്ടേഷൻ. നമുക്ക് ആവശ്യമാണെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫോണിലൂടെയോ അല്ലെങ്കിൽ വീഡിയോ കോൾ ത്രൂവോ ഒരു വർഷത്തിൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊന്നാണ് ഡിപ്പെൻഡന്റ് അക്കോമഡേഷൻ ബെനിഫിറ്റ്, അതായത് ഇൻഷുർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ഹോസ്പിറ്റൽ അഡ്മിഷൻ ആകുകയും അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഫാമിലി മെമ്പറിന് ഓരോ ദിവസവും 2,000 രൂപ വീതം അടുത്ത 10 ദിവസത്തേക്ക് നൽകുന്നതാണ്. അതായത് അഡ്മിഷൻ ആകുന്ന ഇൻഷുർ ആയിട്ടുള്ള പേഴ്സൺ ഒരു അഡൽട്ട് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിലവുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുടെ ചിലവുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു ബെനിഫിറ്റ് കൊടുത്തിരിക്കുന്നത്. മെറ്റേണിറ്റി വെയിറ്റിംഗ് പീരീഡ് റിഡക്ഷൻ ബെനിഫിറ്റ്, മെറ്റേണിറ്റി വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാനുള്ള ഒരു റൈഡറാണിത്. മെറ്റേണിറ്റി വെയിറ്റിംഗ് പീരീഡ് 2 വർഷമാണ്, അത് കുറച്ച് 1 വർഷമാക്കി നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി റൂം മോഡിഫയർ എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ സിംഗിൾ AC പ്രൈവറ്റ് റൂം ആണ് ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ളത് എങ്കിൽ പോലും ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ സമയത്ത് അവിടെയുള്ള ഏറ്റവും ഉയർന്ന റൂം നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അതല്ല, നമുക്കൊരു ട്വിൻ റൂം, ഒരു ഷെയർഡ് അക്കോമഡേഷൻ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇഷ്ടാനുസരണം റൂം സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. നെറ്റ്വർക്ക് അഡ്വാൻറ്റേജ്, അതായത് ഈ കമ്പനിയുമായി നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റൽസിലാണ് നമ്മൾ ഡേ കെയറിലോ അല്ലെങ്കിൽ ഇൻപേഷ്യൻ്റ് ആയിട്ടോ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മുടെ പ്രീമിയത്തിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഇനിയും നമ്മളിങ്ങനെ ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് എടുത്തു, പക്ഷേ ഇവർ പറയുന്ന നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ അല്ല പോയതെങ്കിൽ 20% വീതം നമ്മുടെ ഓരോ ബില്ലിലും കോ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും. അതായത് ഓരോ ബില്ലിലും 20% നമ്മൾ അടയ്ക്കും, ബാക്കിയുള്ള 80% മാത്രമായിരിക്കും കമ്പനി അടയ്ക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് ഈ പോളിസിയിൽ ലഭ്യമാകുന്ന 4 ഡിസ്കൗണ്ടുകളെ കുറിച്ചാണ്. അതിൽ ഒന്നാമതായിട്ടുള്ളത് റിന്യൂവൽ ഡിസ്കൗണ്ട് ആണ്. നിങ്ങളുടെ പോളിസി എക്സ്പയറി ആകുന്നതിന് 1 മാസം മുമ്പാണ് നിങ്ങൾ റിന്യൂവൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്രീമിയത്തിൽ 2.5% ഡിസ്കൗണ്ട് കിട്ടും. ഇനിയുള്ളത് വെൽനസ് ഡിസ്കൗണ്ട് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അത്യാവശ്യം ഓടാനും നടക്കാനും ഒക്കെ തയ്യാറാണെങ്കിൽ അവർ പറയുന്നത്രയും പോയിന്റ്സ് നിങ്ങൾ നേടുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 30% ഡിസ്കൗണ്ട് പ്രീമിയത്തിൽ കിട്ടുന്നതാണ്. മറ്റൊന്നാണ് സിവിൽ സ്കോർ ഡിസ്കൗണ്ട്. നല്ല സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ 15% പ്രീമിയത്തിൽ ഓരോ റിന്യൂവലിലും ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഏറ്റവും അവസാനമായിട്ടുള്ള ഡിസ്കൗണ്ടാണ് NRI ഡിസ്കൗണ്ട്. അതായത് നിങ്ങളൊരു NRI ആണെങ്കിൽ ആദ്യമായി ഈ പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ട് ലഭിക്കും പ്രീമിയത്തിൽ. ഓരോ വർഷത്തെ റിന്യൂവലിലും 2.5% വീതം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഇനി ഈ പോളിസിയിലുള്ള ബേസിക് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ആർക്കൊക്കെയാണ് ഈ പോളിസിയിൽ അംഗമാകാൻ കഴിയുന്നത്? അതായത് ഒരു കുഞ്ഞ് ജനിച്ച് 90 ദിവസം മുതൽ 125 വയസ്സ് വരെയുള്ളവർക്ക് ഈ പോളിസി എടുക്കാവുന്നതാണ്. ഒരാൾക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഫാമിലി ഫ്ലോട്ടർ ബേസിസിൽ ഒരു കുടുംബത്തിലെ 5 പേർക്കോ 3 കുട്ടികൾ 2 മുതിർന്നവർ ഇത്തരത്തിൽ ഒരുമിച്ചോ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 വർഷത്തെയോ 2 വർഷത്തെയോ 3 വർഷത്തെയോ പ്രീമിയം ഒരുമിച്ച് അടയ്ക്കാൻ കഴിയും. അങ്ങനെ അടയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ
രണ്ടാമത്തെ വർഷത്തെ പ്രീമിയത്തിൽ 10% ഡിസ്കൗണ്ടും മൂന്നാമത്തെ വർഷത്തെ പ്രീമിയത്തിൽ 15% ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്. ഇതിൽ വെക്കാവുന്ന സമ്മഷ്യൂർഡ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 5 ലക്ഷം രൂപ മുതൽ എത്ര കോടി വരെയുള്ള സമ്മഷ്യൂർഡ് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ പോളിസി ഇഷ്യൂ ചെയ്യുന്നതിന് മെഡിക്കൽ ചെക്കപ്പ് ഒന്നും ആവശ്യമില്ല. പിന്നെ ചില സാഹചര്യങ്ങളിൽ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് മെഡിക്കൽ ചെക്കപ്പ് പറയാവുന്നതുമാണ്. ഇനി ഇതൊരിക്കൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമുക്ക് റിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പോളിസിയാണ്. ഇനി ഇടയ്ക്ക് പുതുതായി ഒരു അംഗത്തെ ചേർക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയോ ചേർക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് കുഞ്ഞിനെയോ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് സാധ്യമാണ്. അവർക്കുള്ള എക്സ്ട്രാ പ്രീമിയം അടച്ചുകൊണ്ട് അവരെ ഇതിൽ ആഡ് ഓൺ ചെയ്യാൻ സാധിക്കും. ഇനി അവസാനമായി പറയാനുള്ളത് ഇതിലെ വെയിറ്റിംഗ് പീരീഡ്സ് ആണ്. ഒരു പോളിസി ഇഷ്യൂ ആയതിനു ശേഷം എപ്പോഴാണ് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾക്കൊരു പോളിസി ഇഷ്യൂ ആയി 1-ാം ദിവസം മുതൽ എന്ത് ആക്സിഡൻറ്റിനും ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായാൽ 31-ാം ദിവസം മുതൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് നിങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ 90 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. 90 ദിവസത്തിന് ശേഷം മാത്രമാണ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്. ഇനി പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ 3 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റുകൾ ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ റൈഡർ എടുക്കേണ്ടതായിട്ട് വരും. പിന്നീട് ചില സ്ലോ ഗ്രോയിങ് ഡിസീസസ് ഉണ്ട്. അതായത് ഫിഷർ, ഫിസ്റ്റുല, പൈൽസ്, ഇതിനൊക്കെ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ആണുള്ളത്. ചില ട്രീറ്റ്മെൻറ്റുകൾക്ക് ഒരിക്കലും ക്ലെയിം കിട്ടുകയുമില്ല. കോസ്മെറ്റിക് സർജറി ആകാം, അല്ലെങ്കിൽ ആൽക്കഹോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാകാം, ഹൈ റിസ്ക് ആയിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് മൂലമുള്ള അപകടങ്ങൾ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ, ഇത്തരത്തിലൊരു ലിസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നും ഒരിക്കലും കവറേജ് ലഭിക്കുന്നതല്ല. ചുരുക്കി പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ ബെനിഫിറ്റോടും കൂടിയ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് ICICI ലംബാർഡിൻ്റെ എലിവേറ്റ്. ഇതിൽ അങ്ങനെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ വേണ്ടി മാത്രം ഒന്നുമില്ല. മെറ്റേണിറ്റി ബെനിഫിറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ശരിക്കും അതൊക്കെ വളരെ കോസ്റ്റ് കുറവ്. നമുക്കൊരു ഒരുപാട് സബ്ലിമിറ്റ്സ് ഉണ്ട് അതിൽ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ 1-2 ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് ICICI ലംബാർഡിൻ്റെ എലിവേറ്റ്.